സോ ഗായ്സ് നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ എത്തിക്കണേ. അപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ എന്താ പറയുക ക്ലോക്ക് റൂമിലുണ്ട്. നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മളെ മെസ്സിന് ക്യാമറാമാൻ ഉണ്ട്, ഷാദുണ്ട്. അതേമാതിരി തന്നെ നമ്മളെ കൂടെ ജാബിർ ഉണ്ട്. ജാബിർ പൈസ കൊടുക്കുന്ന ഡീലിങ്സാണ്. അതേമാതിരി തന്നെ അഞ്ചില് കൽഫാന് ഓലൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു 4 മണിക്ക് വന്നല്ലേ ഷാദെ? മെസ്സിനെ കാണിച്ചു കൊടുക്കും. നമ്മൾ 4 മണിക്ക് കയറിയില്ലേ? 4 മണിക്ക് കയറിയിട്ട് 7 മണിക്ക് എത്തി. ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം, വെള്ളം കഴിക്കാൻ പോകണം. ജാബിറിനാണ് ഈ മുട്ടി നിൽക്കണം. ജാബിർ എന്താ അവസ്ഥ? മന്തിയിൽ കുറഞ്ഞ ഒന്നുമില്ല. തട്ടന്നെ ഉച്ചക്ക് രാവിലെ എന്താ ഇവിടുത്തെ കേരളത്തിലെ ലാസ്റ്റ് ഫുഡാണ്. ഇങ്ങനത്തെ ഒരു ഇതാണെങ്കിലേ നമ്മള് ഡൽഹി എത്തണം പിന്നെ ഫുഡ് കഴിച്ച് പൈസ തരും. അല്ല, കേരളത്തിലെ ലാസ്റ്റ് ഫുഡാണ് സംഭവം. നമ്മള് വന്നിട്ട് ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ. ഡൽഹി എത്തണം. അതിന്റെ മുന്നേ 500 റുപ്യന്റെ അൽഫാമും എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. ഇന്ന് വാഴോ ഫുഡ് വാഴോ നമ്മളെന്താ നമ്മള് എന്റെ സോ നമ്മള് പോവാണ്. അപ്പോൾ നമ്മളിനി അടുത്ത നമ്മൾ നല്ലൊരു ഫുഡിന്റെ സ്പോട്ട് തപ്പാണ്. ഷോർട്ട് കട്ടോ കൽഫാന വ്ളോഗ് ഇതാ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. My name is PP Mohammed Khalfan. I am coming from മാസ്റ്റർ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ആളാണ്. കൽഫാനാണ് നമ്മളെ കോർഡിനേറ്റർ, ട്രിപ്പിന്റെ കോർഡിനേറ്റർ. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആളവനാണ്. അപ്പോൾ ഓനക്കൊരു പ്രത്യേക ഒന്നും കൊടുക്കുന്നില്ല. ആ പോരെ. അപ്പം ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് വേണ്ടിയത്. അതാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് ഫുഡാണ്. ഓലെല്ലാവരും പോയിക്കണ്. പോയൊക്കെ വാ. അല്ലാതെ അറിയാം ഇവിടെ തൃശ്ശൂർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. തൃശ്ശൂർ കുറേ ചെറുപ്പം മുന്നേ വന്നതാണ്. മെസ്സിനെ തൃശ്ശൂരെ ചെറുപ്പം മുന്നേ വന്നതാണെന്നറിയാം. ചെറുപ്പം മുന്നേ ഇനി കുറേ വ്ളോഗ്സ് വരാണ്ടാവും. എന്താ വെച്ചാൽ ഇപ്പോൾ പാർട്ട് വൈസ് ഇടാന്നാണ് വിചാരിക്കുന്നത്. കാരണം ഡൽഹിയിൽ എത്തുമ്പോഴത്തേന് ഇത് 10 വ്ളോഗാവൂലേ മെസ്സിനെ? അങ്ങനെ പോയാലും ഡൽഹി സീരീസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയൊക്കെ ഇങ്ങനെ കടന്ന് പോകും. മാറിക്കൂടായില്ല. എടാ നമ്മള് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വ്ളോഗ് എടുക്കാൻ ഫുഡ് എടാ എന്താടാ സംഭവം എല്ലാരും നല്ല വിശക്കുണ്ട്. എനിക്കും വിശക്കുണ്ട്. അല്ല തെരുവില നമ്മളെ നോർമലി വിളിക്കണ എല്ലാരും നമ്മളെ ചെക്കന്മാരൊക്കെ വിളിക്കണേ അങ്ങനത്തെ ടൈപ്പ് പട്ടി പൂച്ച അങ്ങനത്തെ ഒക്കെ വരുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒക്കെ വരുള്ളൂ. ഷാദാണ് കണ്ടുപിടിച്ചത്. ഓക്ക് എന്തേലും കൊടുക്കണം. വർണ്ണന കൂടുതലാണ്. പിന്നെ അതേമാതിരി അതൊന്നും പറയണ്ട. എന്താ ഞാൻ പറയാ പോയി ഫോട്ടോ എടുക്കാൻ വീഡിയോ എന്താ ഞാൻ പറയാ. ട്രെയിനിൽ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി രസമാക്കി. നല്ല രസമായിനി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂര് റെയിൽവേയിലെ വ്ളോഗ് എടുത്ത് തീരെ പരിചയമില്ല സത്യം പറയാ ഗൈസ്. അതുകൊണ്ട് എന്താ പറയണ്ടെന്നോ എന്താ ചെയ്യേണ്ടിയെന്നോ മോറ് മാത്രമേ ഉണ്ടാവുള്ളൂ. വീഡിയോ എടുക്കാറില്ല. നമ്മള് ക്യാമറാമാൻ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ അല്ലേ? ബനാറിയില്ലേ? എന്തിന് മട്ടാഞ്ചേരിയിലെ എല്ലാ ബാത്റൂമിലും മൂലയിലും ഒക്കെ. എന്നിട്ട് ഇതൊക്കെ അല്ലേ വ്ളോഗ് പറഞ്ഞാൽ? നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ. ഇത് നമ്മള് 100 വട്ടം പറഞ്ഞേ. അതന്നെ ഇങ്ങോട്ട് നമുക്ക് ബാക്കി അവിടുന്ന് ആക്കാം. അതല്ലേ ബാക്കി അവിടുന്ന് ആക്കണതാവും ഏറ്റവും ബെറ്റർ. അതങ്ങനെ എനിക്കും നല്ല അതാവും നമുക്ക് നല്ല. സത്യം വായിച്ചാലും നമുക്ക് നല്ല വിശക്കുണ്ട് ജാബിറിന്. ഒറ്റത്തിന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വ്ളോഗ് എടുക്കണം എന്നുള്ള മൈൻഡല്ല സത്യം പറയാച്ചാൽ. എല്ലാവർക്കും ഫുഡ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഇതാവുള്ളൂ. അടുത്ത നമ്മൾ ഫുഡിൻ്റെ സ്പോട്ടിലേക്കാണ് പോണത്. നമ്മൾ പോയോക്കട്ടെ ഏതായാലും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് കാണാം അല്ലേ? അവിടുത്തെ കട്ട്
നമുക്ക് സ്റ്റാർട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങി അപ്പം തന്നെ നല്ലൊരു ചാമ്പലാണ്ട് കുടുങ്ങി. നമ്മളെന്താക്കി അറിയോ, ഫോണ് ലോക്ക് തുറക്കാതെ മൈക്ക് ഓൺ ആക്കി കണക്ട് ചെയ്താണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ബാഡായി. 10 മിനിറ്റിന്റെ വ്ളോഗ് ഏകദേശം മൈക്ക് നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വ്ളോഗേ ഇല്ല ഷാദെ, നല്ല വ്ളോഗ് ഇല്ലേ നമ്മളത്. ഷാദിന്റെ ഒക്കെ തകർപ്പൻ കിട്ടില്ല സാറേ. ഇനി എല്ലാരും താവാനുള്ളതാണ്. ഇന്റെ മാത്രല്ല ഇനി എല്ലാരും. പിന്നെ കഴിഞ്ഞപ്പോ മെസ്സിന്റെ താന്ന് ഇനി ഫോട്ടോ എടുക്കാൻ പോവാണ്. നമ്മള് ഫോട്ടോ എടുക്കട്ടെ. ഒരു നല്ലൊരു സ്റ്റാൻഡ് വാങ്ങിന്. മെസ്സിൻ പറഞ്ഞ മാതിരി പാവാണ് മെസ്സിന്. അപ്പൊ ട്രിപ്പിന് പോകണൊക്കെ ഈ സാധനം മെസ്സി സജസ്റ്റ് ചെയ്യും. കാരണം എല്ലാവരും ഉള്ളൊരു ഫോട്ടോ നമ്മൾ ഏത് ട്രിപ്പിന് പോയാലും ആർക്കും കിട്ടില്ല. ഇതിറക്കിയാൽ നമുക്ക് സാധനം കിട്ടും. ബഹുമാനപ്പെട്ട അൻസിൽ അന്തഗമ്യായി അതിലെ പോണ്ട. ആ ട്രെയിന് പോണ റോഡാണ് ഇത്. എന്റെ ഫോൺ അല്ല ഇതിന് ഉപകാരം സ്വിച്ചോടെ. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഉപകാരം നമ്മളിപ്പോ നമ്മള് ഇവിടെ വന്ന് നമ്മള് ഇവിടെ വന്ന് നിൽക്കുക. പിന്നെ നമ്മളാ ഫോട്ടോത്തിൽ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയാണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അവിടെ ഫോട്ടോ ക്ലിക്ക് ആവും. അപ്പൊ ഇതൊക്കെ ആ ഫ്രെയിം അവിടെ കറക്റ്റ് ആക്കി നമ്മളിവിടെ നിൽക്കുക. കിട്ടില്ല ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഇവിടെ കണ്ടാടാ. അവിടെ നമുക്ക് അവിടുന്ന് എടുക്കല്ലേ ഏറ്റവും ബെറ്റർ. അവിടെ പോയി വിളിച്ചോ എന്തോ റെഡി ആകട്ടെ. ഇല്ലല്ലോ. നമ്മൾ എടുക്കണേ ഇതാ ക്യാമറ ആയോ എടുത്തോ. ആ ഫോട്ടോ എടുത്താ നമ്മളെ പൊട്ടാ. അതല്ല ഇജ് മാറിക്ക് വിടുന്നേ. ഇജ് മാറിക്ക് അല്ല രസല്ലേ നിങ്ങക്ക് കേട്ടിണ്ട്. ഇജ് മാറിക്ക് പോത്തോവാ. സോ ക്യാമറയുടെ അടുത്ത് ആരില്ല ഗൈസ്. ക്യാമറയുടെ അടുത്ത് ആരില്ല ഇപ്പൊ. സോ നമ്മളെ റിമോട്ട് ഇതിന്റെ കയ്യിലാണ്. നമ്മളിവിടെ നിന്നാണ്ട് ശരവാ ഒരു ഫോട്ടോ. നമ്മളിവിടെ നിന്നാണ്ട് നമ്മളിങ്ങനെ ഒരു യോടുന്നു. യോട്ട നമ്മളിവിടെ ഈ സാധനം ക്ലിക്ക് ചെയ്യുന്നു. സോ എടുക്കാം നമ്മൾ വേറെ എടുക്കാം. അവിടെ നല്ല ഫ്രെയിം ഇടുവാ. കുപ്പിവെള്ളമൊക്കെ വാങ്ങാം. നമ്മൾ ആദ്യം നല്ലൊരു ഫോട്ടോ എടുക്കാം. എടുക്കല്ലെന്നാ കുഴപ്പമില്ലല്ലേ അന്നെ. എന്നാ ഫ്രെയിം തെറ്റാക്കിക്കോ. ഫ്രെയിം തെറ്റാക്കിക്കോ. ഓരോ ടീം എന്റെ മൈക്ക് ഓരോരുത്തർ കൈമല്ല. അതുകൊണ്ടാണ് ഓരോ മണ്ടത്തരങ്ങൾ കിട്ടാത്തത്. ചോരല്ല മുറുക്കാൻ തുപ്പി. ആ നിന്നോ. വാ ഷാദെ വാ. ഷാദിനെന്തോ സൗണ്ട് കേൾക്കും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെറുപ്പിക്കണ്ട ചെയ്തു. ക്ലൈന്റ് വർക്കുണ്ട്. ദിസ് ഈസ് ബിസിനസ്. അതേപോലെ നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിക് സ്റ്റോർ ആദ്യം നമ്മളൊന്ന് ആരും സപ്പോർട്ട് ചെയ്യട്ടെ. എന്നിട്ടല്ലേ അവിടെ മറ്റാൾക്ക് എന്താ പറയാ ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫറാണ്. കുറച്ച് ശരിയാണ്. റെഡിയാ ഗായ്സ്. അപ്പൊ നമ്മള് ഫ്രെയിം റെഡിയാക്കി. അതല്ലേ അങ്ങോട്ട് വെക്കണ്ട. നേരെ വെച്ചാ പോരെ. കറക്റ്റ് നേരെ വെച്ച് നോക്ക്. അതാ അത് നേരെ രസം അല്ലടാ. ഈ ഫ്രെയിം അടിപൊളിയാടാ. ആ ഇത് മതി. ഓക്കെ ഫ്രെയിം തെറ്റാ. ക്യാമറ പിടിക്കാം ഗൈസ്.
ഗൈസ് ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ്. ഓക്കെ, നമ്മൾ അപ്പോൾ ഡൽഹിക്കുള്ള ട്രെയിൻ ഡയറക്റ്റ് ഡൽഹി അല്ല ആഗ്രയ്ക്കുള്ള ട്രെയിനാണ്. കണ്ടോളി. അപ്പോൾ നമ്മൾ നേരെ കയറാൻ പോവാണ്. അപ്പോൾ പോയേക്കാം. വാ. ഏതാ നോക്കിയതാ ചെക്കന്മാരെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. എൻ്റെ ഇവിടെ പക്ഷെ ചാർജർ ഇല്ല. അവൻ്റെ ഷാദേ നമ്മളവിടെ എടാ എന്താടാ ബാഡായി ബാഡായില്ലേ? ബാഡായി ചെയ്യിപ്പിക്കല്ലേ? ഇവര് ടിക്കറ്റ് 2 ടിക്കറ്റ് പിന്നെ ബുക്ക് ചെയ്ത് നമ്മൾ 5 ആദ്യം ബുക്ക് ചെയ്ത് 2.5 ക്യാൻസൽ ചെയ്തില്ല നമ്മള്. അങ്ങനെ നമ്മളവിടെ 2 ടിക്കറ്റ് ഒഴിവുണ്ടാവും. നമ്മൾ 2 ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ചാർട്ട് പേപ്പറിൽ 18 ലിസ്റ്റ് വരെ നമ്മള് സീറ്റ് കയറുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ നമുക്കൊന്നും അറിയില്ല, അതാണ് നമ്മൾ കേട്ടില്ല. അവരോട് കയറാൻ റെഡിയാ. ഇതിപ്പോൾ ഫ്രീ ആയി. നമുക്ക് ആൾക്കാരെ മാറി കൊടുത്താൽ പോലെ. അതെ നമ്മളിങ്ങനെ പറയാനല്ല, നമുക്കെത്തും അറിയില്ലല്ലോ. ഇപ്പോൾ വന്നാണ്ടേ എനിക്ക് അത് 2016 മോഡൽ വണ്ടിയാണ്. നമുക്കെത്തും വണ്ടി. പിന്നെ എൻ്റെ ഷിഫ്റ്റ് 2013 മോഡൽ. ഇത് 2016 മോഡലാണ്. 2016 ഈ കോച്ച്. എടാ നമ്മൾക്ക് മറ്റൊന്നും വ്ളോഗിൽ കിട്ടിയില്ല. അതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ബാഡായി പോയി. വണ്ടി മാത്രമല്ല ട്രെയിനും ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു നമുക്ക് മൈക്ക് നമ്മൾ ചതിച്ചതാണ്. എനിക്ക് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് പാർട്ട് ടൈം ജോബ് രാവിലെ മുതൽ ഉച്ച വരെ എല്ലാ വണ്ടിന്റെ നമ്പർ വണ്ടി കണ്ടാ മതി. വണ്ടി നമ്പർ പ്ലേറ്റും വണ്ടിന്റെ കുണ്ടിയും കണ്ടുകഴിഞ്ഞാൽ കാര്യം അവൻ പറഞ്ഞുതരും. ഏതാ വണ്ടി, ഏത് മോഡലാണ്, ഏത് ഇയർ ആണ്, മറ്റേ സാധനം ഏതാണ് ഒക്കെ പറയും. വണ്ടി ഡീസലാണ് പെട്രോളാണ് ഒക്കെ പറഞ്ഞത്. അതിപ്പോ അവസാനം ട്രെയിനും ഇത് ഏതാ മോഡൽ എന്ന് പറഞ്ഞത് 2016 മോഡൽ. ഇത് ഇലക്ട്രിക് ആണ്. LHB കോച്ചിന് ഇലക്ട്രിക് സീറ്റ്സേ വരുള്ളൂ. എല്ലാവർക്കറിയാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം. ഗായ്സ് അപ്പോൾ ചപ്പാത്തി ആൻഡ് നല്ല കോഴി പൊരിച്ച് ഇന്നത്തെ രാത്രിത്തെ ഫുഡാണ്. എടാ എന്താ വ്ളോഗ് പറഞ്ഞിരിക്കാൻ സമയമില്ല, ഞാൻ ഒന്ന് നോക്കണം. എന്താ ടേസ്റ്റ് ഈ ചപ്പാത്തിൻ്റെ ഒരു പീസും മൂള്. എന്താ പാട് ചാത്തങ്ങൾക്ക് പറയാനുള്ളത്? ഇതാണ് നമ്മുടെ ട്രെയിനിലെ അവസ്ഥ. സത്യം പറഞ്ഞ അഞ്ചില്ലേ ആ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താ വീടില്ല, ഒന്നും പറയല. മെസ്സിൻ്റെ അമ്മക്ക് താങ്ക്സ്. താങ്ക് യു. എൻ്റെ അമ്മക്ക് അല്ല ഞാൻ വന്നപ്പോ ഇങ്ങോട്ട് കിട്ടി. അത് ശരി, അങ്ങനെ ആയിപ്പോ ഞാന് ഇത് തിന്നാ നിൽക്കുക, മൈക്ക് തിന്നാ നിൽക്കുക, കോഴി പൊരിച്ച് കൈമ പിടിച്ചിട്ട്. സോ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. വേറെ ഒന്നും ഇല്ലല്ലോ കളിക്കാൻ. ഇനി പ്രത്യേകിച്ച് ഇനി നമുക്ക് കിടന്നു പറഞ്ഞാൽ ഒരു 5:30 നീക്കാം. നീക്കാം പണിയല്ല എന്തായാലും നീക്കുക. വരുമ്പോ സ്റ്റാൻഡേർഡ് ആണോ, നേരത്തെ നീക്കണം. ഉറങ്ങണടാ. ശരി, ഞാനും നീച്ചാലും ആരും ഒരാൾ നീച്ചാലും ബാക്കി എല്ലാവരും നീപ്പിക്കും. ബാഡല്ല, സ്വാഭാവിക രീതിയാണ്. അയച്ചപ്പോ നീച്ചാൽ ഞങ്ങൾ നീപ്പിക്കും, ഉറപ്പാണ്. അതുണ്ട്. എടുത്തോ, കൈകൊണ്ട് എടുത്തോ. ഞാൻ കൈമേൽ തല 1 മിനിറ്റ്. അപ്പോൾ ശരി ഗൈസ്, അപ്പം നാളെ രാവിലെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ബൈ.